തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. ശുചിമുറിയിൽ നിന്നാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. എല്ലാം 9mm വെടിയുണ്ടകളാണെന്നാണ് നിഗമനം. ഹരിമോഹൻ സ്ഥലത്തുണ്ട്. ഹരി, എന്താണിപ്പോൾ ആശുപത്രി ഹരിമോഹൻ ഇപ്പോൾ പേട്ടയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന വെടിയുണ്ടകൾ എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പേട്ട റെയിൽവേ ആശുപത്രിയിൽ നിന്ന് 7 വെടിയുണ്ടകൾ, അതായത് 9mm 7 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. അതായത് ആശുപത്രിയിലെ ശുചിമുറിക്കകത്ത് ഒരു മഗ്ഗിൽ വെച്ച നിലയിലാണ് ഈ 7 വെടിയുണ്ടകളും കണ്ടെത്തിയത്. ആ വെടിയുണ്ടകൾ എവിടെ നിന്ന് വന്നു, ആര് കൊണ്ടുവച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആശുപത്രിയിൽ RPF സംഘമുണ്ട്. ഇവർ ആ വെടിയുണ്ട അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും തുടർന്നൊരു നിഗമനത്തിലേക്ക് എത്തുക. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പോലീസിന് ഇത് കൈമാറിക്കൊണ്ടുള്ള അന്വേഷണമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 9mm വെടിയുണ്ട അല്ലെങ്കിൽ 9mm വെടിയുണ്ട എന്ന് പറയുന്നത് അത് സിവിലിയൻസിന് ഉപയോഗിക്കാൻ കഴിയില്ല, മറിച്ച് അത് സേനാ വിഭാഗങ്ങൾക്ക്, അതിപ്പോൾ സൈന്യമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കൊക്കെ തന്നെ കൊടുക്കുന്നതാണ് ഈ 9mm വെടിയുണ്ട. അത് സിവിലിയൻസിന് അത് ഉപയോഗിക്കാനും കഴിയില്ല. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു, സേനാ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആശുപത്രിയിലേക്ക്, അതായത് RPF ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ പേട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നാണോ ഏതെങ്കിലും നിലയിൽ ഇതിവിടെ എത്തിയിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഉപയോഗശൂന്യമായ വെടിയുണ്ടകളല്ല എന്നുള്ളത്. അതായത് കാട്രിഡ്ജും ഗൺ പൗഡറും അടക്കമുള്ള ഉപയോഗിക്കാത്ത വെടിയുണ്ടകൾ തന്നെയാണ് ഈ ആശുപത്രിയിലെ ശുചിമുറിയിൽ നിന്ന് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് അലക്ഷ്യമായി ഏതെങ്കിലും നിലയിൽ അവിടെ എടുത്തു വെച്ച് പോയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ വലിയൊരു പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ RPF സംഘം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അടക്കമുള്ള റെയിൽവേ പോലീസിന്റെ സംഘമാണ് ഇപ്പോൾ ആശുപത്രിക്കകത്ത് ഇതിന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അടുത്ത നടപടി എന്ന് പറയുന്നത് പോലീസിന് ഇത് കൈമാറിക്കൊണ്ടുള്ള അന്വേഷണം. ആ അന്വേഷണത്തിലേക്കാണ് ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നോണം പോവുക. എന്തായാലും 3.5 മണിക്കൂറോളമായി റെയിൽവേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പരിശോധന നടക്കുന്നത്. എന്തായാലും ഉപയോഗിക്കാത്ത വെടിയുണ്ടകളായതുകൊണ്ടും, പ്രത്യേകിച്ച് ഈ സൈന്യത്തിന് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സേനാ വിഭാഗത്തിന് മാത്രം ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന വെടിയുണ്ടകളായതുകൊണ്ടും തന്നെ വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതും. അത് ഇനി കൂടുതൽ പരിശോധന നടത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അതായത് CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഉള്ള അന്വേഷണത്തിലേക്കാണ് ഇനിയിപ്പോൾ പോകേണ്ടത്. ഇത് എപ്പോഴാണ് കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ് ആ സമയങ്ങളിൽ എങ്ങോട്ടേക്ക് പോയത്, അകത്ത് കയറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യമുണ്ട്. അത് പോലീസിനായിരിക്കും ഇനിയിപ്പോൾ ആ അന്വേഷണത്തിന്റെ ചുമതല കൈമാറുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ പ്രാഥമിക ഘട്ട അന്വേഷണം റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉടൻ തന്നെ പൂർത്തിയാകും. അവർ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏകദേശ ധാരണ അല്ലെങ്കിൽ ഒരു പ്രാഥമിക നിഗമനം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ശ്രീ ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. പേട്ട റെയിൽവേ ആശുപത്രിയിലെ ശുചിമുറിയിൽ നിന്നാണ് ഇപ്പോൾ വെടിയുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നത്.